ശ്രീ പുലിഭൂത ദേവസ്ഥാനം സ്ഥാനികനായിരുന്ന ചാണവളപ്പിൽ കുട്ടിവെളിച്ചപ്പാടിന്റെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ ഏർപ്പെടുത്തിയ ആചാര്യശ്രേഷ്ഠ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. വിവിധ സമുദായ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 6 സ്ഥാനികരാണ് പ്രഥമ പുരസ്കാരത്തിന് അർഹരായത്. പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനം പുല്ലൂരാളിയുടെ നർത്തകാചാര്യനായിരുന്ന ചാണവളപ്പിൽ കുട്ടി വെളിച്ചപ്പാടന്റെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങളിൽ ഏർപ്പെടുത്തിയ ആചാര്യശ്രേഷ്ഠ പുരസ്കാരങ്ങൾ പെരിയ രാജ് അറീനയിൽ നടന്ന ചടങ്ങിൽ വെച്ച് എടനീർ മഠാധിപതി പൂജനീയ സച്ചിദാനന്ദ ഭാരതി സ്വാമിജി സമർപ്പിച്ചു. അടുക്ക അയവർ ഭഗവതി ക്ഷേത്ര സ്ഥാനികൻ കൃഷ്ണ കാരണവർ, പാലക്കുന്ന് കഴക്കം ഭഗവതി ക്ഷേത്ര സ്ഥാനികൻ കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ ആയത്താർ, പെരിയ ശ്രീ പുലിഭൂത ദേവസ്ഥാനം സ്ഥാനികൻ KP കോരൻ കാരണവർ, അരവത്ത് മട്ടേങ്ങാനം കഴകം ശ്രീ പൂപ്പാണംകുഴി ക്ഷേത്രസ്ഥാനികൻ വളപ്പിൽ കൃഷ്ണൻ മുത്തായർ, കരിവെള്ളൂർ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രസ്ഥാനികൻ പ്രമോദ് കോമരം, കീഴൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രസ്ഥാനികൻ മുത്തോതി ആയത്താർ എന്നിവർക്കാണ് പുരസ്കാരം സമർപ്പിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളെല്ലാവരും വിഗ്രഹാരാധന നടത്തുന്ന ആളുകളാണ്. യജുർവേദം പറയുന്നത് അജായേകപാത്തെന്നാണ്. ജനിക്കാത്തവൻ ആരാണോ, ജനിപ്പിക്കാത്തവൻ ആരാണോ അവനാണ് നമ്മുടെ സൃഷ്ടാവ് എന്നാണ് പറയുന്നത്. സൃഷ്ടാവിന് രൂപമില്ല, ഭാവമില്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ വിഗ്രഹത്തെ ആരാധിക്കുന്നത് ചോദിച്ചാൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. മന്വന്തരങ്ങൾ, അതാണ് യുഗങ്ങളായി പരിണമിക്കുന്നത്. കൃത, ത്രേത, ദ്വാപര, കലി. ഓരോ യുഗങ്ങളിലും അവതാര പുരുഷന്മാരുണ്ട്. നമ്മൾ അവരെ ആരെയും കണ്ടിട്ടില്ല. ഭഗവാൻ കൃഷ്ണന് മാത്രം 10 അവതാരമാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനം, പിന്നെ പരശുരാമൻ, ബലരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ഈ 10 അവതാരങ്ങൾ, ഈ അവതാരങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. കൃതായുഗത്തിൽ ഒരുപാട് അവതാരമുണ്ട്. ത്രേതായുഗത്തിൽ ശ്രീരാമൻ, ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ. കൽക്കിയുടെ അവതാരമായിട്ടാണ് ഞങ്ങളെല്ലാം ശബരിമല അയ്യപ്പനെ കാണുന്നത്. ഇവിടെ പറശ്ശിനിക്കടവ് മുത്തപ്പനെ കലിയുഗവരതനായി കാണുന്ന ആളുകളുണ്ട്. സി രാജൻ പെരിയ അധ്യക്ഷത വഹിച്ചു. പയ്യാവൂർ മാധവൻ മാസ്റ്റർ പ്രഭാഷണം നടത്തി. മുൻ MLA-യും പൂരക്കളി അക്കാദമി ചെയർമാനുമായ K. കുഞ്ഞിരാമൻ, വേണുഗോപാലൻ നമ്പ്യാർ, നാരായണൻ കൊളത്തൂർ, രവീന്ദ്രൻ നമ്പ്യാർ, രാമകൃഷ്ണൻ പെരിയ, KV ബാലകൃഷ്ണൻ മാസ്റ്റർ, സത്യൻ മഠത്തിൽ എന്നിവർ സംസാരിച്ചു. ബാലകൃഷ്ണൻ പെരിയ സ്വാഗതം പറഞ്ഞു. മുൻ MP P. കരുണാകരൻ, ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, 30ഓളം ക്ഷേത്രം കഴക ദേവസ്ഥാനങ്ങളിൽ നിന്നുള്ള ആചാരസ്ഥാനികർ, വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ, ചാണവളപ്പിൽ കുട്ടിവെളിച്ചപ്പാടന്റെ ഭാര്യ കുഞ്ഞമ്മ, മറ്റു കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പെരിയ.